ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിബോസിക്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലയേർഡ് സ്കേർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ലയേർഡ് സ്കേർട്ട് അല്ലെങ്കിൽ ഫ്രിൽഡ് സ്കേർട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു ഇൻസ്പയർഡ് വീഡിയോ ആണ്. ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാൻ എൻ്റെ ഫോട്ടോ ഈ ഒരു സ്കേർട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നെറ്റ് ഫാബ്രിക് തന്നെ യൂസ് ചെയ്യുന്നത്. അത് ഞാനൊരു 5 മീറ്റർ മേടിച്ചിട്ടുണ്ട്. ഇതുപോലെ ലൈനിങ് ക്രേപ്പാണ് യൂസ് ചെയ്യുന്നത്. ലൈനിങ് ഞാൻ 4 മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം ഞാൻ 1 മീറ്റർ കൂടെ എക്സ്ട്രാ നെറ്റ് മേടിച്ചു കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് ഈ ക്രേപ്പിൻ്റെ ക്ലോത്ത് രണ്ടാക്കി ഇതുപോലെ മടക്കിയിടാം. 4 മീറ്റർ ക്ലോത്താണ്, രണ്ടാക്കി മടക്കിയിടാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്നും കൂടി മടക്കി 4 മടക്കിയിടാം. എന്നിട്ട് നല്ല വൃത്തിക്ക് നിവർത്തിയിടാം കേട്ടോ. ചുളിവൊന്നും പാടില്ല, കാരണം നമുക്ക് അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് 4 മടക്കിയിട്ട് ഈ ഒരു ക്ലോത്ത് ഇനി ഇത് കോൺ സൈഡാക്കി മടക്കിയത്. ഒരു സൈഡ് ഇതുപോലെ കോണാക്കി നിങ്ങൾ മടക്കിയെടുക്കണം. ഇതുപോലെ നല്ല നീറ്റായിട്ട് നിവർത്തിയെടുക്കുക കേട്ടോ. നിവർത്തിയെടുത്ത ശേഷം നമുക്ക് അംബ്രല്ല സ്കേർട്ടിന് മാർക്ക് ചെയ്യണം. അതിന് ഞാൻ 1 2 3 4 അപ്പോൾ 4 സൈഡ് ഓപ്പൺ വരുന്നുണ്ട്. 4 സൈഡ് അതുപോലെ മടക്ക് സൈഡിലും വരും. അപ്പോൾ മൊത്തം 8 ഫോൾഡാണ് ഈ ക്ലോത്ത് കിടക്കുന്നത്. ഇനി അരവണ്ണമാണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 8 മടക്കിലിട്ട കാരണം അരവണ്ണം ബൈ 8 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 38 എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത്. ബൈ 8 ചെയ്യുമ്പോൾ എനിക്ക് 4.75 ആണ് മെഷർമെൻറ്റ് വരാം. അപ്പോൾ എത്ര മടക്കിലാണോ ക്ലോത്ത് ഇടുന്നത് അത് വെച്ചിട്ട് വേണം നമ്മൾ അരവണ്ണത്തിന് ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 8 ഫോൾഡ് ആയതുകൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 ഫോൾഡ് ആണെങ്കിൽ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ 4.75 ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് റാ ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് അത്ര കുഴിച്ച് വരയ്ക്കേണ്ട, എന്നാലും ഒന്ന് ചെറിയൊരു കർവി ആയിട്ട് നമുക്കിത് വരച്ചെടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് എനിക്ക് വേണ്ടത്. സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 25 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിൽ ഞാൻ 1.5 ഇഞ്ചിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് 25. അതിൽ നിന്ന് 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 24 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 24 ഇഞ്ചിൽ നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ വേസ്റ്റ് റൗണ്ട് വരച്ചുള്ളൂ, അവിടെ നിന്ന് താഴത്തേക്ക് 24 ഇഞ്ച് വരയ്ക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ഈ റൗണ്ടിൽ വെച്ചിട്ട് 24 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ആ ടോപ്പ് കോർണറിൽ നിന്ന് നമുക്കിങ്ങനെ ടോപ്പ് പോയിൻ്റിൽ നിന്ന് നമുക്ക് എത്ര വരുന്നുണ്ട് നോക്കാം. അപ്പോൾ 30 ഇഞ്ചാണ് വരുന്നത് 24 ഇഞ്ചിൻ്റെ. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ നമുക്ക് 30 ഇഞ്ച് റൗണ്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ. മാർക്ക് ചെയ്ത ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ താഴെ ഞാനൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് താഴത്തേക്ക് കട്ട് ചെയ്തെടുത്തത്. കാരണം താഴെ നമുക്ക് മടക്കി തയ്ക്കണം. ഇതുപോലെ വിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 പോർഷൻ കിട്ടും, ഫ്രണ്ടും ബാക്കും. 2 സൈഡ് ഇതുപോലെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് സ്കേർട്ടിൻ്റെ ലെയേഴ്സ് കട്ട് ചെയ്തെടുക്കാം. അതായത് നെറ്റ് ഫാബ്രിക് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഫോൾഡ് ആക്കിയിട്ടാണ് കേട്ടോ ക്ലോത്ത് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ലെയേഴ്സും കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് എത്ര ലെങ്ത്ത് വേണം നോക്കണം. 25 ഇഞ്ചായിരുന്നു, അതിന് 1.5 ഇഞ്ച് കുറച്ച് 24 ഇഞ്ചിലാണ് ലെയേഴ്സ് വേണ്ടത്. അപ്പോൾ 24 ഇഞ്ചിലെന്ന് പറയുമ്പോൾ 3 ലെയേഴ്സായിട്ട് 8 ഇഞ്ചിൻ്റെ ലെയറുകളാണ് എനിക്ക് വേണ്ടത്. പക്ഷേ മേലും താഴെ നമുക്ക് സീം അലവൻസ് തയ്ച്ചു പോവും. അപ്പോൾ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 9 ഇഞ്ച് ലെങ്ത്തിലാണ് 3 ലെയേഴ്സും കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ലെയർ കുറച്ച് ചെറുത് മതി, രണ്ടാമത്തെ അതിനും കുറച്ച് വലുത്, മൂന്നാമത്തെ അതിനും കുറച്ച് വലുത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മെഷർമെൻറ്റ് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഇപ്പം ഞാൻ 3 ലെയറും ഒരേ ലെങ്ത്തിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ചേർത്ത് തയ്ച്ചു പോകാനും ചേർത്ത് ഞാൻ 9 ഇഞ്ചിലാണ് ഈ 3 ലെയേഴ്സും മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് നിങ്ങളൊന്ന് വേണമെങ്കിൽ പിൻ ചെയ്തിട്ട് ഇതൊക്കെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷേക്ക് ചെയ്ത് മാറാൻ ചാൻസ് ഇല്ല.
3 ലെയേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ എങ്ങനെ മെഷർമെൻറ്റ് വരണമെന്നോ ശ്രദ്ധിക്കേണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ലെയറിൻ്റെ കൂടെ ഒരു 50 ഇഞ്ച് എക്സ്ട്രാ ഞാൻ കൂട്ടി, പിന്നെ രണ്ടാമത്തെ ലെയറിൻ്റെ കൂടെ ഞാൻ 75 കൂട്ടി, മൂന്നാമത്തെ ലെയറിൻ്റെ കൂടെ ഞാനൊരു 90 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടണം. അതായത് ടോട്ടൽ വേസ്റ്റ് 38ൻ്റെ കൂടെ ഞാൻ 50 ഇഞ്ച് കൂട്ടി 88 ഇഞ്ചിലാണ് ക്ലോത്ത് എടുക്കുന്നത്. അപ്പോൾ 88 ഇഞ്ച് ഫ്രിൽസ് ഇട്ട് നമ്മൾ 38 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിലേക്ക് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്രിൽസ് വേണം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എമൗണ്ട് ഓഫ് ക്ലോത്തിൻ്റെ ഇഞ്ചസ് നിങ്ങൾ കൂട്ടാനായിട്ട്. അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന കാരണമാണ് ഞാൻ ഇത്ര ഇഞ്ചസ് കൂട്ടി പോയത്. അതുപോലെ സെക്കൻഡും തേർഡും ലെയേഴ്സ് നിങ്ങൾ കൂട്ടിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടൊരു താഴത്തെ ഭാഗത്ത് ഒരു ഫ്രിൽഡ് പോർഷൻ ലെയറും കൂടി നമുക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്കി വന്ന ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഈ ക്ലോത്തിൽ നമുക്ക് കുറച്ച് ഫ്രിൽസ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ 4 ഇഞ്ചിലാണ് ഞാനിവിടെ വിഡ്ത്ത് വെക്കാൻ പോകുന്നത് ഫ്രിൽസിൻ്റെ. അപ്പോൾ ബാക്കി വരുന്നതെല്ലാം ഞാനിങ്ങനെ ടോട്ടൽ യൂട്ടിലൈസ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ 4 ഇഞ്ചിൽ ഞാൻ കുറച്ച് ഫ്രിൽ സെക്ഷൻസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചത് 5 മീറ്റർ ക്ലോത്തിലാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ഞാൻ അവസാനം എത്തിയപ്പോൾ 1 മീറ്ററും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു കേട്ടോ ഇതിൽ. കാരണം ഞാൻ നല്ല തിക്കിലാണ് ഫ്രിൽസ് ഇട്ട് കൊടുത്തത് സ്കേർട്ടിന് നല്ല പോലെ വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ഞാൻ 1 മീറ്റർ കൂടെ എക്സ്ട്രാ കൂട്ടി 6 മീറ്ററിലാണ് ശരിക്കും ഞാൻ ഈ സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രിൽസിൻ്റെ ആവശ്യമില്ലെങ്കിൽ 5 മീറ്റർ ക്ലോത്ത് തന്നെ നിങ്ങൾക്ക് മതിയാവും. അതിനനുസരിച്ച് നിങ്ങൾ ഫ്രിൽസ് കുറച്ച് വന്നാൽ മതി. പക്ഷേ ഞാൻ നല്ല തിക്കിലിട്ട് ഇട്ട് കൊടുത്ത കാരണം നല്ല വിരിഞ്ഞിട്ടാണ് കേട്ടോ ഈ സ്കേർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ഞാൻ ബാക്കിയുള്ള ഭാഗം ഫ്രിൽസിനും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ ഇതുപോലെ നിവർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 8 മടക്കായിട്ടാണ് ക്ലോത്ത് എടുത്തിട്ടാണെന്നത്. ഇപ്പോൾ ഞാനൊന്ന് വിരിച്ചെടുത്തപ്പോൾ ഇത് 4 ഫോൾഡായിട്ടാണ് ക്ലോത്ത് എടുക്കുന്നത്. നമുക്കിത് എത്ര ലെങ്ത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാം, മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ഈ ഒരു അറ്റത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് 25.5 ഇഞ്ച് വരുന്നുണ്ട് ഒരു സൈഡ്. അപ്പോൾ 4 ഫോൾഡാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 102 ഇഞ്ചസ് ഫസ്റ്റ് ലെയർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 88 ഇഞ്ചസിനനുസരിച്ചിട്ട് നിങ്ങൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഫ്രിൽസ് ഇടാനായിട്ടുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ സ്റ്റിച്ച് ടെൻഷൻ ഞാൻ 5ലേക്ക് ആക്കിയിടുന്നുണ്ട്. അതുപോലെ സ്റ്റിച്ച് ലെങ്ത്ത് ഞാൻ 3ലേക്ക് ആക്കി. ഇനി സ്റ്റിച്ച് പാറ്റേൺ വന്നിട്ട് ഞാൻ ലോങ് സ്റ്റിച്ചിലേക്ക് ആക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ത്രെഡ് പുൾ ചെയ്തിട്ട് ഫ്രിൽസ് ആക്കിയെടുക്കാം. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ലെയറിൻ്റെ മേലെ തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ. ലെയർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ത്രെഡ് നല്ല നീട്ടനെ നിങ്ങൾ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ബാക്ക് ത്രെഡ് മാത്രം നിങ്ങൾ ഇതുപോലെ എടുത്തിട്ട് ഇതൊന്നും വലിച്ചെടുക്കുക. അപ്പോൾ അതെ നീക്കി എടുക്കുമ്പോൾ നമുക്ക് ഫ്രിൽസ് നല്ല നീറ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നിന്നും നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യത്തിന് ഫ്രിൽസ് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേസ്റ്റ് 38 ഇഞ്ചിലേക്ക് ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ 38 ഇഞ്ചിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾ അടുത്ത ലെയറുകളും ഫ്രിൽസ് ചെയ്തെടുക്കണം. പക്ഷേ ഫ്രിൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെയറിൻ്റെ അടിഭാഗത്തിൻ്റെ വട്ടത്തിന് വേണം നിങ്ങൾ അടുത്ത ലെയർ ഫ്രിൽസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്നെസ്സിൽ വേണമെങ്കിൽ തിക്നെസ്സിലിടാം, അതല്ല ഒരു നോർമൽ റേഞ്ചിലാണ് ഫ്രിൽസ് വേണമെങ്കിൽ അതുപോലെ ഇടാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ അടുത്ത ലെയർ തിക്കായിട്ട് തന്നെ ഇടാൻ പോകുന്നത്. അപ്പോൾ താഴത്തെ ഭാഗത്തേക്കുള്ളത് നിങ്ങൾ ഇതുപോലെ ഫ്രിൽസ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രിൽസ് ചെയ്തെടുക്കാനുള്ള നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ സ്റ്റിച്ച് ടെൻഷൻ 9 ആക്കുക, അതുപോലെ ലെങ്ത്ത് 4 ആക്കുക, പിന്നെ പാറ്റേൺ ലൂസ് സ്റ്റിച്ച് ആക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിൽസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മറ്റേനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് ക്ലോത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ചിൽ ഗ്യാപ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നോർമലി സ്റ്റിച്ച് ചെയ്ത് പോകാതെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിൽ കാണാൻ പറ്റും ഫ്രിൽസ് നല്ല തിക്കിൽ വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് മറ്റേനായിട്ടും കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് കണ്ടില്ലേ നല്ല തിക്കിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുപോലെ ത്രെഡ് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റ സ്ട്രെച്ചിൽ നമ്മുടെ കാര്യം കഴിയും. ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് മെഷീനിൽ ഇതുപോലത്തെ ഹെവി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് വേണം മെഷീൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒറ്റ സ്ട്രെച്ചിൽ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കരുത്. അപ്പോൾ അത് ഹീറ്റ് കൂടിയിട്ട് പിന്നെ സ്റ്റിച്ച് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റഫ് യൂസ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. സ്റ്റിച്ച് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഒരു ഹാഫ് ആൻ അവർ മെഷീന് റെസ്റ്റ് കൊടുത്തിട്ട് വേണം പിന്നീട് നമ്മൾ ചെയ്യാനായിട്ട്. നല്ല തിക്നെസ്സിൽ തന്നെ നമുക്ക് ഫ്രിൽസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ലെയേഴ്സും ഇങ്ങനെ ഫ്രിൽസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ട ലൈനിങ് ആണ്. ലൈനിങ്ങിൽ 2 സൈഡും നമുക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മൂന്ന് ലെയേഴ്സ് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്തത് ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് നമ്മൾ അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഫ്രിൽഡ് സെക്ഷനിൽ അത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വശം വെച്ചിട്ട് നിങ്ങൾ തയ്ച്ചെടുക്കാം കേട്ടോ. 3 ലെയറും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 3 ലെയറും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്ത ശേഷം റോങ് സൈഡ് ആക്കിയിട്ട് നിങ്ങൾ വിരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൻ്റെ ഒരു സൈഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ സ്കേർട്ടായിട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ നല്ല വശം ഈ നെറ്റ് ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിലൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ വേസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കേർട്ട് ഞാൻ ഫുള്ളായിട്ട് വിരിച്ചിട്ടേക്കണം. അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ടാണ് സ്കേർട്ട് വന്നിട്ടുള്ളത്. കാരണം 6 മീറ്റർ ക്ലോത്ത് നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ബാൻഡ് വെക്കാനായിട്ട് ഇവിടെ ഞാൻ 4 ഇഞ്ച് വിടുത്തിലുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. കാരണം 1.5 ഇഞ്ച് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി മടക്കി തയ്ക്കാനായിട്ട് 3 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് അപ്പുറം ഇപ്പുറം മാർജിനായിട്ട് കൊടുക്കണം. അപ്പോൾ മേലത്തെ ഒരു റൗണ്ട് നിങ്ങൾ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മേലെ ഒരു സ്റ്റിച്ച് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ചിൽ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വേസ്റ്റ് ബാൻഡിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ലൈനിങ് ആദ്യം ഒപ്പം വെച്ചെടുത്തിട്ട് ഈ ബാൻഡിൻ്റെ ഇവിടം വരെ നിങ്ങൾ ഒപ്പം അടിച്ചെടുക്കുക. അതിന് ശേഷം ലൈനിങ് മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക അറ്റം വരെ. അതിന് ശേഷം വേണം നിങ്ങൾ നെറ്റിൻ്റെ ഫാബ്രിക് ഉള്ളിൽ തയ്ച്ചെടുക്കാനായിട്ട്. എന്നാലാണ് ആ സ്കേർട്ട് നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ. എന്നിട്ട് ഇതുപോലെ നെറ്റ് ഒപ്പം വെച്ചെടുത്തിട്ട് അത് 1/2 ഇഞ്ചിൽ നിങ്ങൾ തയ്ച്ചെടുക്കുക. നല്ല നീറ്റായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട്. സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ നല്ല വശത്തേക്ക് ആക്കിയിട്ടാണ് കേട്ടോ സ്കേർട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈനിങ് ഞാൻ ആദ്യം ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ പുറത്താണ് ഞാൻ നെറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല ഫ്ലെയർഡ് സ്കേർട്ട് ആയതുകൊണ്ട് അത് അറിയണമെന്നില്ല. പിന്നെ ഇലാസ്റ്റിക് പാൻറ്റിന് ഇതുപോലെ നടുമടക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൽ ഒരു സൈഡിൽ 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ വിടണം. സ്റ്റിച്ച് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. അതിൽ വേണം നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 38 ഇഞ്ചസിനെക്കാട്ടും ഒരു 4-6 ഇഞ്ചോ കുറച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് അളവിൽ കട്ട് ചെയ്യരുത്. ഒരു 4 ഇഞ്ചോ 6 ഇഞ്ചോ കുറച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉള്ളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റം പുറത്തേക്ക് എടുത്ത ശേഷം നിങ്ങൾ ഒപ്പം വെച്ച് ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒപ്പം വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്യരുത്. അവിടെ തള്ളി നിൽക്കും പുറത്തേക്ക്. ഒരെണ്ണത്തിൻ്റെ മേലെ ഒരെണ്ണം വെച്ച ശേഷം ഇതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നിങ്ങൾ ഇലാസ്റ്റിക്കിൻ്റെ ഗ്യാദേഴ്സ് ചുരുക്കി കറക്റ്റാക്കി എടുക്കുക കേട്ടോ. എല്ലാ സൈഡും ഗ്യാദേഴ്സ് ഒരുപോലെ വരുന്ന രീതിയിൽ നിങ്ങൾ ഗ്യാദർ ചെയ്തെടുക്കുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്യാദർ ജസ്റ്റ് ഇതുപോലെ തന്നെ ബാൻഡ് വയ്ക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ വലിച്ച് പിടിച്ച് നിങ്ങൾ 1-2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ 1-2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ ലൈനിങ് നമുക്ക് 2 മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക് ഞാൻ ഒപ്പം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടത് ലെങ്ത്ത്. ഇനി സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗത്ത് വയ്ക്കാനുള്ള ഫ്രിൽസ് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഗ്യാദേഴ്സാണ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ഗ്യാദേഴ്സ് ഒരു സെക്ഷനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്
അടുത്ത സെക്ഷൻ ഇതുപോലെ അറ്റം വരുമ്പോൾ എങ്ങനെ ജോയിൻ ചെയ്ത് ഗ്യാദേഴ്സ് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വേറെ മെത്തേഡാണ് കേട്ടോ ഗ്യാദേഴ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷൻ ഇതുപോലെ ഇങ്ങനെ മേലെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഗ്യാദേഴ്സ് ചെയ്തത്. ഇതാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ ഗ്യാദേഴ്സ് ചെയ്യാനുള്ളത്. ഇതുപോലെ ഇങ്ങനെ കൈ വയ്ക്കുക, എന്നിട്ട് നോർമൽ സ്റ്റിച്ച് ഒന്നും മാറ്റില്ല, ഇതുപോലെ ഇങ്ങനെ നമ്മൾ നീക്കി കൊടുക്കുക. നമുക്ക് എത്ര തിക്നെസ്സിൽ വേണോ അതിനനുസരിച്ച് തിക്നെസ്സിൽ നമ്മൾ ഗ്യാദേഴ്സ് പുഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അടുത്ത സെക്ഷൻ വയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മേലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് സെക്ഷനും അറ്റാച്ച് ചെയ്ത് വരും. അപ്പോൾ ഫ്രിൽസ് ആയതുകൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്തെന്നുള്ളത് പെട്ടെന്നൊന്നും നമുക്ക് അറിയാനും പറ്റില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഈ 2 ഫിംഗേഴ്സിന് നടുവിൽ ഫൂട്ടർ വരണം. പിന്നെ ബാക്കി എക്സ്റ്റെൻഡ് ഇരിക്കുന്ന ഈ ക്ലോത്ത് മറ്റേ കയ്യിൽ നമ്മൾ പിടിക്കണം ഒരു സപ്പോർട്ടിന്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മേലേക്ക് പെട്ടെന്ന് പുഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഗ്യാദേഴ്സ് കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് തന്നെ ഫോം ചെയ്ത് വരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഫൂട്ടറിൻ്റെ സൈഡ് നമ്മുടെ വിരലിൽ വന്ന് അടിക്കാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫ്രിൽസ് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത ലെയേഴ്സ് എല്ലാം ഞാൻ ഗ്യാദേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് നമുക്കിതുപോലെ ഒപ്പം വെച്ചെടുത്തിട്ട് ഈ നടുവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒപ്പം വെച്ചെടുക്കുക. ഇതിന് നിങ്ങൾക്ക് നല്ല തിക്കിലാണ് ഫ്രിൽസ് വേണ്ടെങ്കിൽ ഈ ഫ്രിൽസ് കുറച്ച് കയറ്റി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ തിക്നെസ്സിൽ തന്നെയാണ് ഫ്രിൽസ് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നടുഭാഗത്ത് ഒപ്പം വെച്ചിട്ട് നിങ്ങൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കറക്റ്റായിട്ട് ഫോട്ടോയിലെ പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി കറക്റ്റായിട്ടുണ്ട്. സ്കേർട്ട് ഞാൻ ഹാഫ് സ്കേർട്ടായിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കേർട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇത് 6 മീറ്റർ ക്ലോത്ത് നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത കാരണം തിരിയുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കേർട്ട് കസ്റ്റമൈസ് ചെയ്ത് തരണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് DM ചെയ്താൽ മതി.